ചരക്കു സേവന നികുതി എന്നാണ് നിലവിൽ വന്നത്? ജൂൺ 1, 2017, 2017 ജൂലൈ 1, 2017 ഏപ്രിൽ 1, 2015 ജൂലൈ 1. ആൻസർ ഈസ് ഓപ്ഷൻ ബി. 2017 ജൂലൈ 1 ചരക്കു സേവന നികുതി അഥവാ GST നിലവിൽ വന്നത്. GSTയുടെ റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. GST എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഇരട്ട GST മാതൃകയാണ്. ഇന്ത്യയിൽ ഡ്യുവൽ GST ആണ് നിലവിലുള്ളത്. GSTയുടെ പൂർണ്ണ രൂപം ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് GSTയുടെ പൂർണ്ണ രൂപം. GSTയുടെ ആപ്തവാക്യം വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നാണ്. വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നാണ് GSTയുടെ ആപ്തവാക്യം. GST ബില്ല് കേരള നിയമസഭ പാസാക്കിയത് 2017 ഓഗസ്റ്റ് 17 2017 ഓഗസ്റ്റ് 17 കേരള നിയമസഭ സ്റ്റേറ്റ് GST ബിൽ പാസാക്കിയത്. GST എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് 2005 P. ചിദംബരം ആണ് GST എന്ന ആശയം ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് 2000 കേൽക്കർ ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. കേൽക്കർ ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻഡയറക്റ്റ് ടാക്സസ് 2000 ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. GST ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8 ആണ്. 2016 സെപ്റ്റംബർ 8 GST ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത്. പ്രഥമ GST ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിച്ചത് 2018 ജൂലൈ 1 പ്രഥമ GST ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിച്ചത് 2018 ജൂലൈ 1. GSTയുടെ പ്രചാരണത്തിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ബോളിവുഡ് നടനാണ് അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞത്. അമിതാഭ് ബച്ചൻ ആണ് GSTയുടെ പ്രചാരണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ബോളിവുഡ് നടൻ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ GSTയിൽ 2025 സെപ്റ്റംബർ 22 മുതൽ പുതിയ സ്ലാബാണ് വന്നിരിക്കുന്നത്. അതും കൂടെ നമുക്കൊന്ന് നോക്കാവുന്നത് ആണ്. അപ്പം അതായത് 5% സ്ലാബിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ, പാൽ അധിഷ്ഠിത വസ്തുക്കൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ഇൻഷുറൻസ് തുടങ്ങിയവ അവശ്യ വസ്തുക്കൾ 5% സ്ലാബിലാണ് ഉൾപ്പെടുന്നത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ, പാൽ അധിഷ്ഠിത വസ്തുക്കൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ഇൻഷുറൻസ് തുടങ്ങിയവ. ഇനി 18% ഉൾപ്പെടുന്നവയാണ് ഇലക്ട്രോണിക്സ്, സിമെന്റ്, വാഹനങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ സ്റ്റാൻഡേർഡ് സാധനങ്ങൾക്ക് 18% ആണ് സ്ലാബ് ബാധകമാവുന്നത്. ഇലക്ട്രോണിക്സ്, സിമെന്റ്, വാഹനങ്ങൾ, വസ്ത്രങ്ങൾക്ക് 18%. ഇനിയും ആഡംബര വസ്തുക്കൾക്കും എയറേറ്റഡ് പാനീയങ്ങൾ, പ്രീമിയം കാറുകൾ തുടങ്ങിയ പാപവസ്തുക്കൾ, സിൻ ഗുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. പാപവസ്തുക്കൾക്ക് 40% സ്ലാബ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഡംബര വസ്തുക്കൾക്കൊക്കെ 40% സ്ലാബാണ് 2025 സെപ്റ്റംബർ 22 മുതൽ പുതിയ GST പ്രാബല്യത്തിൽ വരുന്നതനുസരിച്ച്. ഇപ്പം ഏതൊക്കെ സ്ലാബുകളാണ് വരുന്നത്? 5%, 18% ആൻഡ് 40%. ഇപ്പം ഇതിനകത്ത് നമുക്ക് ഓൾറെഡി 2 രീതിയിലുള്ള കാര്യങ്ങൾ ആണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. 12%-ൻ്റെയും അതുപോലെ തന്നെ നമുക്ക് 28%-ൻ്റെയും ടാക്സസ് ആണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. അതായത് 12%-ൻ്റെയും 28%-ൻ്റെയും GST നിരക്കുകൾ നീക്കം ചെയ്തു. ഇത് എത്രാമത്തെ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 56ാമത്തെ GST കൗൺസിൽ യോഗത്തിലാണ് ഇത് തീരുമാനിച്ചത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. 56ാമത്തെ GST കൗൺസിലിന്റെ മീറ്റിംഗിന് അനുസരിച്ചിട്ടാണ് 2025 സെപ്റ്റംബർ 22 മുതൽ പുതിയ GSTയുടെ സ്ലാബുകൾ പ്രാബല്യത്തിൽ വരുന്നത്. 12% എന്നതും 28% എന്നതും എടുത്തു കളഞ്ഞ് പകരം 5%, 18%, 40% രീതിയിലേക്കാണ് സ്ലാബുകൾ മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് പുതിയ GST നിരക്കിന്റെ ആനുകൂല്യം ലഭിച്ചിട്ടില്ല എങ്കിൽ ഉള്ള ടോൾ ഫ്രീ നമ്പർ 1915 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആനുകൂല്യം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പരാതി സമർപ്പിക്കാവുന്നതാണ്. 1915. അല്ല എങ്കിൽ 88
കുറെ 0 ലാസ്റ്റിൽ 1915 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് നമ്പർ ചെയ്തു കഴിഞ്ഞാലും എന്ത് ലഭിക്കാവുന്നതാണ്? ഈ പറയുന്ന പരാതി കൊടുക്കാവുന്നതാണ്. GST നിരക്കിന്റെ ആനുകൂല്യം ലഭിച്ചിട്ടില്ലെങ്കിൽ ഉള്ള പുതിയ വാട്സപ്പ് നമ്പറാണ് 8800001915. ലാസ്റ്റിൽ 1915 എന്ന് ഓർക്കുക. സ്റ്റാർട്ടിങ്ങിൽ 88 എന്ന കാര്യവും ഓർത്തു വെച്ചേക്കുക. അല്ലെങ്കിൽ ഇൻഗ്രാം എന്ന പോർട്ടൽ വഴി പരാതി സമർപ്പിക്കാം. ഇൻഗ്രാം എന്ന പോർട്ടൽ വഴിയിട്ടും പരാതി സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, പ്രേംചന്ദ്, സുബ്രഹ്മണ്യ ഭാരതി. ആൻസർ ഈസ് ഓപ്ഷൻ സി, പ്രേംചന്ദ് ആണ് ഗോദാൻ എന്ന കൃതി രചിച്ചത്. ഇനിയും രവീന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ട കൃതികളാണ് ഗോര, ഗീതാഞ്ജലി. ഗോര എന്നും ഗീതാഞ്ജലി എന്നും രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ലാംഗ്വേജിൽ എഴുതിയ കൃതികളാണ് ഗോരയും ഗീതാഞ്ജലിയും. പ്രേംചന്ദ് റിലേറ്റ് ചെയ്തു വരുന്നതാണ് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ പ്രേംചന്ദ് ഹിന്ദി ഭാഷയിൽ എഴുതിയതാണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ് പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ലാംഗ്വേജിൽ എഴുതിയതാണ് പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ. അടുത്തത് അൽതാഫ് ഹുസൈൻ ഹാലി രചിച്ച ഉറുദു ഭാഷയിൽ രചിച്ചതാണ് ഹയാത്തി സാദിയും ഹയാത്ത് ഇ ജവീദും. ഹയാത്തി സാദിയും ഹയാത്തി ജവീദും അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ലാംഗ്വേജിൽ രചിച്ചതാണ്. ഹയാത്തി സാദി, ഹയാത്തി ജവീദ്, അൽതാഫ് ഹുസൈൻ ഹാലി. അടുത്തത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല രചിച്ചു. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ലാംഗ്വേജിൽ രചിച്ച കൃതിയാണ് നിബന്ധമാല. നിബന്ധമാല ഏത് ലാംഗ്വേജ്? മറാത്തി ലാംഗ്വേജ്. രചിച്ചതാരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. വള്ളത്തോൾ നാരായണ മേനോന്റേതാണ് എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ. മലയാളത്തിൽ വള്ളത്തോൾ രചിച്ചതാണ് എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. അപ്പൊ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. SCRT-ക്കകത്തുള്ള കണ്ടന്റ് ആണ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏതു ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏഷ്യ, യൂറോപ്പ്, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. ഏഷ്യ ആണ് മഞ്ഞ വളയം പ്രതിനിധീകരിക്കുന്നത്. ഏഷ്യ മഞ്ഞ വളയം ആണ്. യൂറോപ്പ് ആണ് എങ്കിൽ നീലവളയം ആണ്. യൂറോപ്പ് ആണെങ്കിൽ നീലവളയം ആണ് പ്രതിനിധീകരിക്കുന്നത്. ആഫ്രിക്ക ആണെങ്കിൽ ബ്ലാക്ക് ആണ്. ആഫ്രിക്ക ആണെങ്കിൽ കറുപ്പ് നിറമാണ് പ്രതിനിധീകരിക്കുന്നത്. അമേരിക്ക ആണെങ്കിൽ ചുവപ്പ് നിറത്തെ ആണ് പ്രതിനിധീകരിക്കുന്നത്. USA ആണെങ്കിൽ റെഡ് ആണ്. ഓസ്ട്രേലിയ ആണെങ്കിൽ ഗ്രീൻ കളറാണ് പ്രതിനിധീകരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ഏഷ്യ യെല്ലോ, യൂറോപ്പ് ബ്ലൂ, ആഫ്രിക്ക ബ്ലാക്ക്, USA റെഡ്, ഓസ്ട്രേലിയ ഗ്രീൻ. ഏഷ്യ യെല്ലോ, ഓസ്ട്രേലിയ ഗ്രീൻ, യൂറോപ്പ് ബ്ലൂ, ആഫ്രിക്ക ബ്ലാക്ക്, USA റെഡ്. ഒളിമ്പിക്സിന്റെ ചിഹ്നം എന്ന് പറഞ്ഞത് പരസ്പരം കോർത്ത 5 നിറത്തിലുള്ള വളയങ്ങൾ ആണ്. പരസ്പരം കോർത്ത 5 നിറത്തിലുള്ള വളയങ്ങൾ ആണ് ഇതിന്റെ ചിഹ്നം എന്ന് പറയുന്നത്. ഔദ്യോഗികമായിട്ട് ഒളിമ്പിക്സ് ഭാഗ്യചിഹ്നം ഉൾപ്പെടുത്തി തുടങ്ങിയ വർഷം 1972 ഔദ്യോഗികമായിട്ട് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ഉൾപ്പെടുത്തി തുടങ്ങിയ വർഷം 72 മ്യൂണിക് ഒളിമ്പിക്സിൽ ആണ്. വനിതകൾ പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് ആണ് 1900 പാരീസ് ഒളിമ്പിക്സ് ആണ് വനിതകൾ പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ്. ഒളിമ്പിക്സിലെ ആദ്യത്തെ ഭാഗ്യചിഹ്നം എന്നത് വാൽഡി എന്ന നായ്ക്കുട്ടി ആണ്. അതാണ് 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത്. വാൽഡി എന്ന നായ്ക്കുട്ടി ആണ്. ഒളിമ്പിക്സിന്റെ പതാക രൂപകൽപ്പന ചെയ്തത് പിയറി ഡി കുബർട്ടിൻ ആണ്. ഒളിമ്പിക്സിന്റെ പതാക രൂപകൽപ്പന ചെയ്തത് പിയറി ഡി കുബർട്ടിൻ ആണ്. ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ള നിറം ആണ്. ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ള നിറം. ഒളിമ്പിക്സ് പതാകയുടെ മധ്യത്തിലുള്ള നിറം എന്ന് പറഞ്ഞത് കറുപ്പ് നിറം ആണ്. ഒളിമ്പിക്സ് പതാകയുടെ മധ്യത്തിലുള്ള നിറം കറുപ്പ് നിറമാണ്. ഒളിമ്പിക്സ് പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആന്റിവെർപ്പ് ഒളിമ്പിക്സ് 1920 ബെൽജിയത്തിലാണ് ഇത് ഉയർത്തിയത്.
ഒളിമ്പിക്സിന്റെ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് 1920 ആന്റിവെർപ്പ് ഒളിമ്പിക്സ്.